കുഞ്ഞിമംഗലം ഏഴിമല റെയിൽവേ മേൽപ്പാലം പണി നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വയലുകളെ നശിപ്പിച്ചുകൊണ്ടും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുമുള്ള പണിയാണ് നടക്കുന്നതെന്ന വ്യാപകമായ ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 മാസമായിട്ടും ഇവിടെ മണ്ണ് ഇതെല്ലാം എക്സ്ട്രാ ഇതും കൂടെ ചേർത്ത് എടുത്ത മണ്ണാണ്. റോഡ് തോടായിരുന്നു, അത് നികത്തിയിട്ട് മണ്ണിട്ട് നികത്തിയാണ്. അപ്പം അതിന് ബേസിക് വെച്ചാൽ ഒരു വെള്ളം പാറ്റണമല്ലോ, എന്നാൽ മാത്രമല്ല നമുക്കതൊരു പൊടി പാറേണ്ടൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അത് ബേസിക് വെച്ചാൽ ആ കാര്യം വരെ ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്ന് മാത്രമല്ല, വാഹന സൗകര്യങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണ്. ക്ലേ റോഡിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പോകുമ്പം ഭാവിയിലായിട്ട് സസ്പെൻഷൻ വരെ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലാണ് റോഡിൽ മണ്ണ് കിടക്കുന്നത്. അപ്പോൾ അവരെ ജോലി മാത്രം നോക്കുന്നതല്ലാണ്ട് മറ്റുള്ള ജനങ്ങളുടെ യാതൊരുവിധ സാഹചര്യങ്ങളും അവർ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നോക്കാണ്ടാണ് പണി ഏകദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ പൊടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുമ്മലും മറ്റു രോഗങ്ങളിലേക്കെല്ലാം അലർജിയിലേക്കെല്ലാം ഭയങ്കര പ്രശ്നം തന്നെയാണത്. ഇവിടെ വയലുകളിലേക്കൊക്കെ മണ്ണിറങ്ങിയിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ്? നമ്മൾ തൊട്ടുമ്പോൾ തന്നെയാണ് അവിടെ വയലിൽ മണ്ണിട്ട്, അതായത് ഇത് ഏകദേശം 30-36 മീറ്റർ താഴ്ചയിലാണ് പയൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് പലതരത്തിലുള്ള മണ്ണ് വരുന്നുണ്ട്, ക്ലേ വരുന്നുണ്ട്, തീരെ ചളിയായിട്ടുള്ള മണ്ണ് വരുന്നുണ്ട്. നമുക്കിത് വയലൊന്നും പോയി കഴിഞ്ഞാൽ യാതൊന്നും പിന്നീട് അത് ഉപയോഗശൂന്യമാണ്. സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് നടാനൊന്നും പറ്റില്ല. അത് ഒരു സിമെന്റിനെക്കാട്ടിയും ഡേഞ്ചർ സാധനമാണത്. ഇവിടെ ഇപ്പം നമ്മൾ 3 ഷോപ്പായത്. ഈ 3 ഷോപ്പ് 2 ഷോപ്പ് തുറക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നേ ഉള്ളൂ. എൻ്റെ അവസ്ഥയത് കർട്ടനിട്ട് മൂടിയിട്ടുള്ളത്. അവർ ജസ്റ്റ് ഞങ്ങൾക്കൊരു ബ്ലൂ കളറിലെ കർട്ടനെങ്കിലും ഇട്ട് തരണ്ടായിരുന്നു പൊടിയാതെ. അതൊന്നും അവർ ചെയ്യേണ്ടതൊന്നും അവർ ചെയ്യുന്നില്ല. ഇതാ ഈ റോഡിൻ്റെ അവസ്ഥ എന്നൊക്കെ ഇവിടെ ശരിക്കും പറയാൻ വെച്ചാൽ ചെറിയതോന്നും വലിയ 5 ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞു. 5 എണ്ണം നടന്ന സ്കൂട്ടർ വീഴുന്നത്. ഈ റോഡിൻ്റെ സ്ഥിതി ഇതാണ്. ഇത് അവരൊന്നും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ വെള്ളമൊന്നും അടിച്ച് പോകുന്നല്ലാണ്ട് ഞങ്ങൾക്ക് മെയിൻ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് കുഴിച്ചിട്ട് സ്ലാബെല്ലാം ആക്കുമ്പോഴേ ഒരാൾ എടുത്ത് കുഴിക്കുമ്പോഴത്തേക്ക് ഇനിയും പൊടി പാടും. കാരണം ഒരാൾ 25 ദിവസമായി ഷോപ്പ് തുറന്നിട്ട് അയാൾക്ക് ചെറിയൊരു സുഖമുണ്ട്, മറ്റ് ചുമയും. അപ്പോൾ അവരോടും വിളിച്ച് അവരും ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നില്ല. അതിനൊന്നും ആക്കി തല്ലാണ്ട് യാതൊരു രക്ഷയില്ല. ഇതാണ് പ്രശ്നം ഇവിടെ മെയിനായിട്ട്. അത് കൂടാണ്ട് കഴിഞ്ഞ ഡിസംബർ 31 രാത്രി 11:30 ആകുമ്പം സിമെൻറ്റ് ഫില്ല് ചെയ്യുമല്ലോ, ആ ഫില്ല് ചെയ്യുന്ന ഇടയ്ക്ക് ആ മെഷീൻ അതായിരുന്നല്ല, അത് ആ ഒരു മെഷീനുണ്ട്. അതല്ലാണ്ട് വേറൊരു പഴകിയ മെഷീനുണ്ട്, കുറച്ച് പഴക്കമുള്ള മെഷീനായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് 13 കിലോ തൂക്കം വരുന്ന ഒരു ഇരുമ്പിൻ്റെ റോഡ് താഴേക്ക് കൊണ്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ പൈലിങ്ങിന് ജോലിക്ക് വന്നൊരു ചെറുപ്പക്കാരൻ, ഒരു 20 വയസ്സ് അറൗണ്ട് ഉണ്ടാവുമല്ലോ, പുള്ളിയുടെ തലക്കാണ് ഈ സാധനം വീണത്. അപ്പോൾ എന്തോ പുള്ളീൻ്റെ ഭാഗ്യം കൊണ്ട് ചെറുങ്ങ സൈഡ് മാത്രമേ മുട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-20 സ്റ്റിച്ചിട്ട് ഇപ്പം ബെഡ് റെസ്റ്റിലുള്ളത്. യാതൊരുവിധ സേഫ്റ്റി നോക്കാണ്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. അത് പണി സ്ഥലത്തേക്ക് തന്നെ പൊതുജനങ്ങളൊക്കെ എൻ്റർ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഒരു കവചം വേണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.